നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു പത്തിരി കഴിച്ചിട്ടുണ്ടോ? വാഴപ്പൂവ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. കൊത്തി അരിയാൻ പറ്റുന്നവരാണെങ്കിൽ കൊത്തി അരിയാം. അതല്ലാത്തവരാണെങ്കിൽ ഇങ്ങനെ മുറിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. എങ്ങനെ മുറിച്ചാലും ചെറുതായി മുറിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇത് മുറിച്ചെടുത്ത ശേഷം മോരും വെള്ളത്തിൽ 2 മണിക്കൂർ നേരം ഇട്ട് വയ്ക്കണം. ചില കൂമ്പിന് വല്ലാത്ത കയ്പുണ്ടാവും. ഇത് നേന്ത്രക്കായുടേതാണ്, അതുകൊണ്ട് വലിയ കയ്പുണ്ടാവില്ല. അരമണിക്കൂർ നേരം ഇട്ട് വെച്ചാലും മതി. കൂടുതൽ നേരം ഇട്ട് വെക്കണം എന്ന് പറയുന്നത് മുഴുവൻ കയ്പും പോവാൻ വേണ്ടിയാണ്. ചെറിയ കയ്പുള്ളവ മഞ്ഞൾ വെള്ളത്തിലോ കഞ്ഞിവെള്ളത്തിലോ ഇട്ട് വെച്ചാൽ മതി. ഇത് അരിഞ്ഞെടുക്കുമ്പോൾ ഇതിൻ്റെ കറ ഡ്രസ്സിൽ ആവാതെ നോക്കണം. വാഴപ്പൂവിന് ഔഷധ ഗുണങ്ങൾ ഉണ്ട് എന്ന് പറയുന്നതുകൊണ്ട് നമുക്ക് ഇത് ഒരു പ്രത്യേക തരം പത്തിരി ഉണ്ടാക്കാം. സാധാരണ നമ്മൾ വറവുണ്ടാക്കുകയാണ് പതിവ്. ഇന്ന് ഒരു വെറൈറ്റി ആവട്ടെ എന്ന് കരുതി. ഇനി ഈ അരിഞ്ഞെടുത്ത പൂവ് വെള്ളത്തിലിട്ട് വെച്ച് പിഴിഞ്ഞെടുക്കണം. ഇനി ഇതിന് വേണ്ട സാധനങ്ങൾ അരച്ചെടുക്കാം. 1/4 കപ്പ് പച്ചരി, 1 കപ്പ് പുഴുങ്ങലരി പൊടിച്ചതാണ് ഞാൻ ഇവിടെ എടുത്തത്. പൊടിച്ചതില്ലെങ്കിൽ നിങ്ങൾ അരച്ചെടുത്താലും മതി. 2 അരികളും ഒന്നിച്ചിട്ട് അരച്ചെടുത്താൽ മതി. എൻ്റെ അടുത്ത് പൊടിയുള്ളത് കൊണ്ടാണ് ഞാൻ പൊടിയെടുത്തത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 നുള്ളി പെരിഞ്ജീരകം ഇതിൽ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ പറയാൻ മറന്നുപോയതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു ചെറിയ മുറി തേങ്ങ, 1/4 ഗ്ലാസ് വെള്ളം ഇവയൊഴിച്ച് ഇതൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം. ഇനി അരച്ചെടുത്ത കൂട്ടിലേക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച പൂവ് പിഴിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ സവാള മുറിച്ചത്, കുറച്ച് മല്ലിയില ഇല്ലെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുത്താലും മതി. ഇനി 2 നുള്ളി കായത്തിൻ്റെ പൊടി കൂടി ഇടുന്നുണ്ട്. എല്ലാം കൂടി കുഴച്ച് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്ന് നോക്കി ഒരു ഇലയിൽ പരത്തിയെടുക്കാം. ഇത് നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. വാഴപ്പൂവ് കഴിക്കാത്തവർക്ക് ഇതിൻ്റെ ഗുണം കിട്ടട്ടെ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനോ ചായക്ക് കടിയായോ ഡിന്നറിനോ എപ്പോൾ വേണമെങ്കിലും ഇത് ഉണ്ടാക്കി കഴിക്കാം. ഇത് കഴിക്കുന്നവർ വാഴപ്പൂവ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറയുകയുമില്ല. അത്രയും സൂപ്പറാണ്. ഇലയിൽ ഓയിൽ തേച്ച ശേഷമാണ് പരത്തിയെടുക്കേണ്ടത്. ഇനി ഇത് ദോശക്കല്ലിൽ എണ്ണ തേച്ച് ഇത് ഇട്ട് കൊടുക്കാം. ഇനി സാവധാനം ഇതിൻ്റെ മുകളിൽ നിന്ന് ഇല മാറ്റാം. അതിനുശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ വീട്ടിൽ വാഴപ്പൂവ് കഴിക്കാത്ത കുട്ടികളോ മുതിർന്നവരോ ഉണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായും അവർ കഴിക്കും. വേണമെങ്കിൽ ഇത് സ്കൂളിലും കൊടുത്തയക്കാം. ഇതിന് കറിയൊന്നും വേണ്ട. വാഴക്കൂമ്പ് എല്ലാവരുടെയും വീട്ടിലും ഇപ്പോൾ ഉണ്ടാവും. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം വീട്ടിലുള്ളത് തന്നെയാണ്. വാഴപ്പൂവ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറയാതെ നിങ്ങൾ അവർക്ക് കൊടുക്കണം. ഇനിയുമുണ്ടോ എന്ന് അവർ ചോദിക്കും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.